അതുകൊണ്ട് ഖുർആൻ സത്യവിശ്വാസികളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇസ്ലാം അറിഞ്ഞതിന്റെ ശേഷം പിന്മാറുന്ന ആളുകളുണ്ട്. അള്ളാഹിനെ പറ്റി മനസ്സിലായതിന്റെ ശേഷം ഒരു കൂസലുമില്ലാതെ തെറ്റ് ചെയ്യുന്നവരുണ്ട്. അല്ലാഹു റഖീബാണ്, അല്ലാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇദാ മാ ഖലൗത അദ്ദഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു فلا تحسبن الله يغفل ساعة ولا أن ما تخفيه عنه يغيب. അല്ലാഹു റഖീബാണെന്ന്, എന്നെ വീക്ഷിക്കുന്നവനാണെന്ന് അറിഞ്ഞതിന്റെ ശേഷം പിന്നെ എങ്ങനെയാ ഒളിപ്പിച്ചു വെച്ച് തിന്മ ചെയ്യാൻ കഴിയുന്നത്? എന്ത് ഇസ്ലാമാണ്? ഇസ്ലാം അനുഭവിക്കാനുള്ളതാണ്, വിളിച്ചു പറയാനുള്ളതല്ല. ഇസ്ലാം അനുഭവമാണ്, കേവല വാചാടോപങ്ങളല്ല. ഇസ്ലാം ജീവിതമാണ്. ഇസ്ലാം എന്തൊക്കെയോ ആഭരണമല്ല, ഇസ്ലാം അനുഭവിക്കാനുള്ളതാണ്. റബ്ബനാ, ഖുർആൻ പറഞ്ഞില്ലേ ദുആ ചെയ്യാൻ, സത്യവിശ്വാസിയെ ദുആ ചെയ്തോളൂ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബന, ഞങ്ങളുടെ ഉടമസ്ഥനെ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാനും അത് പഠിക്കാനും നിന്നറിയാനും അവസരം കിട്ടിയതിന്റെ ശേഷം അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സുകളെ മാറ്റിക്കളയല്ല റബ്ബേ, തിരിച്ചു കളയല്ല റബ്ബേ. ആ മനസ്സുകളെ തിന്മയിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുകൊള്ളണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. കാരുണ്യം താ തമ്പുരാനെ, കാരുണ്യം താ തമ്പുരാനെ, നിന്റെ കരുണ തരയണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബേ ഞങ്ങൾക്ക് ഹിദായത്ത് നടത്തി തരണേ തമ്പുരാൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് വിട പറയുമ്പോൾ രാജകുമാരിയെ പോലെ കണ്ടിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ, രാജാവിന്റെ മോളാണവര്, ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് മഹദി റളിയല്ലാഹു അൻഹ, തന്റെ ഭർത്താവ് ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോ, ആ റൂമിൽ നിൽക്കുമ്പോ സ്വന്തം ഭർത്താവിന്റെ ജീവിതത്തിന്റെ അവസാന യാമമൊന്ന് കാണാൻ നിൽക്കുകയാണ്. ലോകം കണ്ട പ്രഗത്ഭനായ ഫാറൂഖ് തങ്ങളുടെ പിന്മുറക്കാരൻ, ഫാറൂഖ് തങ്ങളുടെ പിൻതലമുറയിൽ വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേരക്കുട്ടിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ, ഫാത്തിമ എന്തേ യാ സൗജി യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ എന്തു പറ്റി? ഉഖ്റുജി മിൻ ഹാദിഹിൽ ഗുർഫ, ഫാത്തിമ നിങ്ങൾ ഈ റൂമിൽ നിന്ന് പുറത്തു പോയിക്കോളൂ. എന്തിന്? فإنه يأتيني ما هم بإنس ولا جن. എന്റെ റൂമിലേക്ക് മനുഷ്യരോ ജിന്നുകളോ അല്ലാത്ത ചില ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. അവരുടെ ഭക്ഷണം അല്ലാഹുവിന്റെ സ്മരണയാണ്, അവർക്ക് പ്രകാശമുണ്ട്. ഇന്നി അറാ, ഞാനിവിടെ ചില ആളുകളെ കാണുന്നു. ഫാത്തിമ നീ പുറത്തു നിൽക്ക്. സ്വന്തം ഭാര്യയോട് അവസാനത്തെ അംഗമാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. മഹദിയാണ്, മഹാനായ ഒരു പുരുഷന്റെ, മഹാനായ ഒരു ഖലീഫയുടെ ഭാര്യയാണ്. റൂമിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ മഹദി ജനലിലൂടെ നോക്കുകയാണ് തന്റെ ഭർത്താവ് ലോകത്തോട് വിട പറയുന്ന രംഗം. ലോകത്തോട് വിട പറയാണ്, ഇങ്ങനെ നോക്കി നിൽക്കുന്നു. വിശദമായി നമ്മുടെ ഇമാമിയങ്ങൾ സീറകളിൽ വിശദീകരിച്ച സംഭവം. മഹദി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്റെ ഭർത്താവ് പറയുന്നു, മർഹബൻ മർഹബൻ ബിനബിയില്ലാഹി വശൈഖുൽ അംബിയാഇ നൂഹ്. അംബിയാഇന്റെ ശൈഖായവരെ, നൂഹ് നബിയെ മർഹബ, സ്വാഗതം. മർഹബൻ ബികലീമില്ലാഹി മൂസാ, മർഹബൻ ബിഖലീലില്ലാഹി ഇബ്രാഹിം, മർഹബൻ ബിറൂഹില്ലാഹി ഈസ ഇബ്നു മറിയം. അംബിയാക്കന്മാർ കടന്നു വരുന്ന പോലെ അംബിയാക്കന്മാരെ കാണുന്നുണ്ട് ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മർഹബൻ ബിഹബീബി യാ റസൂലല്ലാഹ്,
എന്റെ ഹബീബായ നബിയേ നിങ്ങൾക്ക് സ്വാഗതം. ഇതൊക്കെ റൂമിന്റെ പിറകിൽ നിന്ന് കേൾക്കുന്നു ഭാര്യ. യാ മലക്കൽ മൗത്ത്, എന്റെ റൂഹിനെ പിടിക്കാൻ വന്ന മലക്കേ, എന്റെ റൂഹിനെ പിടിക്കാൻ വന്ന മലക്കേ, റഫീഖുൻ ജാഅ അലാ ഫാഖ, കാണണമെന്നൊരുപാട് കൊതിയൂറി നടന്ന് ഒന്ന് കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിച്ച് നടന്ന് എന്നെ കാണാൻ വന്ന മലക്കേ, ഇഖ്ബിദ് റൂഹി, എന്റെ റൂഹിനെ പിടിച്ചോളൂ. ഫഇന്നി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഫഫാദത് റൂഹ്, ആ കലിമ ചൊല്ലി പിന്നെ എന്റെ ഭർത്താവിന്റെ റൂഹ് ഉയരുകയാണ്. അങ്ങനെ മരിച്ചുപോയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോ അസ്ഹാബ് വന്ന് ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായവരെ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളൊന്ന് വസിയത്ത് ചെയ്താൽ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ മയ്യിത്ത് അഷ്റഫുൽ ഖൽഖിന്റെ റൗളയിൽ ശുദ്ധീക തങ്ങളോടൊപ്പം, നിങ്ങളുടെ വല്യപ്പ ഫാറൂഖ് തങ്ങളോടൊപ്പം ഹുജറയിൽ, ആയിഷ ബീവിയുടെ ഹുജറയിൽ, ആ റൂമിൽ നിങ്ങൾ അടക്കം ചെയ്യാൻ നിങ്ങൾക്കൊന്ന് വസിയത്ത് ചെയ്തുകൂടെ? നിങ്ങൾ ഖലീഫയല്ലേ, നിങ്ങൾക്കൊന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് അവിടെ ഖബറുണ്ടല്ലോ, സ്ഥലമുണ്ടല്ലോ അവിടെ, ഞങ്ങൾ നിങ്ങൾ അവിടെ മറവ് ചെയ്യാം. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹനെ തന്നെയാണ് സത്യം. മാ ഉമറു അഹ്ലൻ ലിദാലിക്, ഉമർ അത് ചിന്തിക്കാൻ അർഹനാണോ? ഉമർ അത് ചിന്തിക്കാൻ അർഹനാണോ? വലഇൻ അൽഖല്ലാഹ ബികുല്ലി ദംബിൻ ഗൈരി ശിർക്ക്, ശിർക്കല്ലാതെ മറ്റെല്ലാ പാപങ്ങളുമായി ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടലാണ് അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം, മിൻ അൻ അഹ്സിബ നഫ്സി അഹ്ലൻ ലിദാലിക്, പരിശുദ്ധമായ റൗളയിൽ പോയി കടക്കാനുള്ള അർഹത എനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അള്ളാഹുവിനെ എൻ്റെ പാപവുമായി കണ്ടുമുട്ടലാണ്. എനിക്കത് വേണ്ട. അവരാരാണ്? കിടക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടെ കിടക്കുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അവരോട് കൂടെ കിടക്കാൻ അർഹനാണെന്ന് തോന്നാൻ പോലും എനിക്ക് അർഹതയില്ലല്ലോ. അതുകൊണ്ട് എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഹിദായത്ത് കിട്ടിയിട്ട് ആ ഹിദായത്തിലായി കിട്ടിയ ഒരു മരണം. അല്ലാഹുവേ, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി, ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിക്കോളൂ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. നിങ്ങളുടെ ചാൻസാണ്, ഉറക്കെ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ജസാകുമുല്ലാഹു ഖൈർ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അല്ലാഹുവിന്റെ കാരുണ്യം നന്മ ചെയ്യുന്നവരോടൊപ്പമുണ്ട്. റബ്ബിന്റെ കാരുണ്യമാണ് ഹിദായത്ത്. അതാർക്കുണ്ട്? നന്മ ചെയ്യുന്നവരോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ റഹ്മത്ത് വേണം തമ്പുരാനെ. ഇന്നക അൻതൽ വഹാബ്, എമ്പാടും ഒരുപാട് ഒരുപാട് ഔദാര്യം നൽകുന്നവനെ പടച്ച തമ്പുരാനെ, നിന്റെ ഔദാര്യം താ, നിന്റെ റഹ്മത്ത് താ. ആ റഹ്മത്ത് ആർക്ക് കിട്ടി? ആർക്ക് കിട്ടി? ഇബ്രാഹിം നബിക്ക് കിട്ടി. തീയിൽ വീണ് കിടക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, റബ്ബേ അന മുൽതർ, റബ്ബേ ഞാൻ വിഷമത്തിലാണ്. ആ കാരുണ്യം ഓടി വരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാമിന്. തഹ്തൽ ജുബ്, ആ കാട്ടിന്റെ ഉള്ളിൽ, ആ ഒരു കിണറിന്റെ അകത്ത് കൊച്ചുകുട്ടിയായിരുന്നപ്പോ കിടന്നപ്പോ ആ കിണറ്റിലേക്ക് സ്വന്തം ജേഷ്ഠന്മാർ തള്ളിവിട്ടപ്പോ അവിടെ കിട്ടി യൂസുഫ് നബിക്ക് റഹ്മത്ത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, ആ കാരുണ്യം കിട്ടി.
യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ കഴിയുമ്പോ രാജാവ് തിരിച്ചു വിളിച്ചു, വഖാലൽ മലിക് ഉതൂനി ബി അസ്തഖ്ലിസുഹു ലിനഫ്സി. എനിക്ക് യൂസുഫ് നബിയെ വേണം എന്ന് പറഞ്ഞ് ജയിലിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു. അല്ലാഹു, നിരപരാധികളായി ജയിലിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. റബ്ബേ, നീ അവർക്ക് മോചനം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു, നീ അവർക്ക് വളരെ പെട്ടെന്ന് മോചനം കൊടുക്കണേ തമ്പുരാനെ. ആ കാരുണ്യം കിട്ടി സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിന്. ചെറിയ കുട്ടിയായ ഒരു പേടകത്തിൽ, ഒരു പെട്ടിയിൽ കുഞ്ഞുമോൻ, കരയാൻ മാത്രം അറിയുന്ന ദിവസങ്ങൾ പ്രായമുള്ള കുഞ്ഞുമോൻ മൂസ നബി അലൈഹിസ്സലാം. കൊച്ചുകുട്ടിയായ മൂസ നബിക്ക് ആ കാരുണ്യം അല്ലാഹു കൊടുത്തു. അപ്പോഴല്ലേ കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുവന്നപ്പോ ഖുറത്തു ഐനിൻ ലീ വലക്, ഇത് നമ്മുടെ കണ്ണിന്റെ കുളിർമയാണ്, ഇതെന്റെ കണ്ണിന്റെ കുളിർമയാണ്, ഈ കുഞ്ഞിനെ കൊല്ലുകയോ ഫറോ എന്ന് ഫിർഔനിനോട് ആസിയ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹു ഇട്ടുകൊടുത്ത കാരുണ്യമാണ്. ആ കരുണ കിട്ടി മഹാനായ സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാമിന്. ഇദൽ തഖമഹുൽ ഹൂത് ഫൽതഖമഹുൽ ഹൂത് വഹുവ മുലീം. ആ ഒരു വലിയ അൽഹൂത്തുൽ അംബർ എന്നാ പറയാ. അംബർ വെയിൽ, എല്ലാ സിംഹത്തിനും മനുഷ്യനെ വിഴുങ്ങാൻ കഴിയില്ലെന്നാണ്. അംബർ വെയിൽ എന്ന് പറയുന്ന ഹൂത്തുൽ അംബർ, അതിന് മനുഷ്യനെ വിഴുങ്ങാൻ പറ്റും. അല്ലാത്ത വലിയ തിമിംഗലം ഒരുപാട് സൈസുള്ള സാധനമാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് പറയുന്നത് ഒരു ഇഷ്ടികയുടെ വീതിയുള്ള സാധനമേ വലിയ നീരത്തിമിംഗലത്തിന് വിഴുങ്ങാൻ പറ്റുള്ളൂ. അതിന്റെ തൊണ്ട ചെറുതാണ്. പക്ഷെ മനുഷ്യനെ വിഴുങ്ങാൻ പറ്റുന്ന തിമിംഗലം അൽ ഹൂത്തുൽ അംബറാണ്. അംബർ വൈൽ. അങ്ങനെ ഹൂത്തുൽ അംബറിലാണ് മഹാനായ സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം കിടക്കുന്നത്. അല്ലാഹുവേ, അവിടെ കിട്ടിയ ആ കാരുണ്യം യൂനുസ് നബി വിളിച്ചു പറഞ്ഞില്ലേ, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും റബ്ബിലേക്കൊരു ദിക്ർ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സങ്കടം നീങ്ങിപ്പോകാനുള്ള വഴി ഈ വിളിയാളമാണ്. ടെൻഷൻ ഇല്ലാതാവാൻ. പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാവും ഡിപ്രഷനാണ്, ടെൻഷനാണ്, ബുദ്ധിമുട്ടാണ്, സങ്കടമാണ്, മനോവിഷമമാണ്, മനോവേദനയാണ്, ഉറക്കല്ല. ചൊല്ലിക്കോളൂ പെണ്ണുങ്ങളെ, ആണുങ്ങളെ ഇത് ചൊല്ലിക്കോളൂ. റബ്ബന, അള്ളാഹുവിന്റെ നബി യൂനുസ് ഇബ്നു മത്തായുടെ പുത്രൻ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫനജ്ജയ്നാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അപ്പോഴാണ് സങ്കടത്തിൽ നിന്ന് മഹാനവറുകളെ നമ്മൾ മോചിപ്പിച്ചത്. അതുപോലെ സത്യവിശ്വാസികളെ ഞാൻ മോചിപ്പിക്കും. പിന്നെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകേണ്ട വല്ല കാര്യമുണ്ടോ? തെറാപ്പി നടത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ ദിക്ർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റബ്ബിന്റെ കരുണ എത്തിയില്ലയോ യൂനുസ് നബി അലൈഹിസ്സലാമിന്? ആ കരുണ കിട്ടി 7 യുവാക്കൾക്ക്. ആ ഗുഹയിൽ കഴിയുമ്പോൾ അല്ലാഹു റഹ്മത്ത് കൊടുത്തില്ലേ? എൻജലൂസ് പർവ്വതത്തിന്റെ ഗുഹയിൽ നാട്ടുകാർ ബിംബാരാധകരായിരിക്കെ തൗഹീദുമായി ഒളിച്ചോടിയ 7 ചെറുപ്പക്കാർ, അവർക്ക് കിട്ടി ആ റഹ്മത്ത്. മുത്തുനബിക്കും അല്ലാഹു നൽകിയല്ലോ റഹ്മത്ത്. ഹബീബായ നബി ആ ഗുഹയിൽ കഴിയുമ്പോ മുത്തുനബി തങ്ങളെ തേടി വന്നവർ. അപ്പോഴാണ് മാ വന്നുക ബിഥനൈനി അല്ലാഹു സാലിസുഹുമാ. സിദ്ദീഖേ, നമ്മൾ 2 പേര് മാത്രമാണ് ഇവിടെ എന്ന് തോന്നുന്നുണ്ടോ? നമ്മളോടൊപ്പം അല്ലാഹു ഇല്ലയോ? റഹ്മത്താണ്. അപ്പോഴാണ് ഗുഹയിലേക്ക് നോക്കാതിരുന്നത്. കാരണം കാൽപ്പാടുകൾ പരിശോധിക്കാൻ കഴിയുന്ന ഗൈഡുകളെ കൊണ്ടാ ഖുറൈശികൾ വന്നത്. കാൽപ്പാട് ട്രേസ് ചെയ്യാൻ പറ്റുന്നവര്. അങ്ങനെ ഫോളോ ചെയ്ത് ഒരു ഗുഹയുടെ മുമ്പിലെത്തുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഇവിടുന്ന് എങ്ങോട്ടാ പോയത് ഞങ്ങൾക്കറിയില്ല. ഇവിടുന്ന് പോയത് ആ ഗുഹയിലേക്ക് ഉറപ്പല്ലേ? ലോജിക്ക് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ അതിന്റെ മുമ്പിൽ ചിലന്തി വലയുണ്ട്. ഈ വല ഉണ്ടെങ്കിൽ ഉള്ളിൽ ആളുണ്ടാവില്ലല്ലോ. റബ്ബിന്റെ റഹ്മത്താണ് വന്നത്, അല്ലാഹുവിന്റെ റഹ്മത്താണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ.
إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്ത സൈന്യത്തെ ആ ഗുഹാമുഖത്ത് നമ്മൾ കൊണ്ടുവന്നില്ലയോ? റബ്ബിന്റെ റഹ്മത്താണ് ആ കൊണ്ടുവന്നത്. ഇത് മുഴുവൻ കിട്ടി എപ്പോന്നറിയോ? മൻ അവാ ഇലല്ലാഹി യാഇസം മിൻ കുല്ലി മാ സിവാ. റബ്ബേ, അല്ലാഹുവേ, നിന്നിലേക്കല്ലാതെ അഭയമില്ല, നിന്നെ എനിക്ക് വേണം, നീ മാത്രമാണ് എൻ്റെ അഭയം എന്ന് മനസ്സുകൊണ്ട് റബ്ബിലേക്ക് മുന്നിടുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് ഹിദായത്തായി, കരുണയായി, സംരക്ഷണമായി, മനസ്സമാധാനമായി, ശമനമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. അല്ലാഹു നമുക്കത് തരട്ടെ. രോഗം വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക ഏറ്റവും നല്ല ഡോക്ടർ ആരാണെന്നാണ്. അത് പെരിന്തൽമണ്ണക്ക് കൊണ്ടുപോകണോ, എറണാകുളത്തേക്ക് കൊണ്ടുപോകണോ, കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകണോ? അല്ലാഹുവേ, എൻ്റെ കുട്ടിക്ക് സുഖല്ല, യാ ഷാഫി യാ കാഫി. രോഗം കൊടുക്കുന്നവനെ അല്ലാഹുവേ, മനുഷ്യർക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ വഴി കൊടുത്തവനെ അല്ലാഹുവേ, ചികിത്സിക്കാനും മനുഷ്യ ശരീരം കീറി മുറിക്കാനും വൈദഗ്ധ്യം കൊടുത്തവനെ അല്ലാഹുവേ, ഡോക്ടർമാരുടെ മനസ്സുകൾക്ക് ഉറപ്പ് കൊടുത്തവനെ അല്ലാഹുവേ, മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും ശിഫ നൽകുന്നവനെ റബ്ബേ, എൻ്റെ കുഞ്ഞിന് ശിഫ കൊടുക്കണം പടച്ചവനെ. എന്നിട്ട് ഓടിക്കോ ഡോക്ടറെ അടുത്തേക്ക്. നമ്മളാകെ പൊന്നാര ഡോക്ടറെ, എൻ്റെ കുട്ടി നിങ്ങൾ രക്ഷപ്പെടുത്തി തരണം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇടങ്ങാറായി പോവും. അല്ല റബ്ബേ, ദുആഉൽ മുത്തർ അമ്മൻ യുജീബുൽ മുത്തർ ഇദാ ദആഹു വയക്ഷിഫുസ്സൂ. ആ ഒരു രംഗമാണ് കലീമുല്ലാഹി മൂസ നബിക്കുണ്ടായത്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. ആ രംഗമാണ് യൂനുസ് നബി അലൈഹിസ്സലാമിന്. അതാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്. അതാണ് അസ്ഹാബുൽ കഹ്ഫിന്. അതാണ് അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ആവാ ഇലല്ലാഹി മിൻ കുല്ലി മാ സിവാഹു യാ ഈസ. അല്ലാഹുവേ, ഞങ്ങളുടെ മുമ്പിൽ വഴികളില്ല റബ്ബേ, നീ തുറന്നു തരുന്ന വഴിയല്ലാതെ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ആ കവാടം ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങിയാൽ ആ കവാടം അവിടെയുണ്ട്. അള്ളാഹു നമുക്കത് തരട്ടെ. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിന്റെ ഭാഗമാണ്. ഇത് സ്വർഗമല്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. ആഗ്രഹിക്കുന്ന നടക്കുകയാണെങ്കിൽ അത് സ്വർഗമാവണം. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ഇവിടെ നടക്കുക, അത് സ്വീകരിക്കുക. എൻ്റെ റബ്ബ് അങ്ങനെ തീരുമാനിച്ചു, ഞാൻ സ്വീകരിച്ചു പടച്ചവനെ. അങ്ങനെയാണ് ഹിദായത്ത്. റബ്ബിനോട് ഏറ്റവും നമ്മൾ ചോദിക്കുന്നത് ഇസ്ലാമിന്റെ തീരത്തേക്ക് നമുക്ക് അണിയാനാണ്, ഹിദായത്തിന്റെ തീരത്തേക്ക് അണിയാനാണ്. കറുത്ത ഒരു ഗുലാമുൻ അസ്വദു. ഖൈബർ യുദ്ധം നടക്കുമ്പോ ഒരു കറുത്ത ഒരു അടിമ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുന്നു. കറുത്ത വർഗ്ഗക്കാരനായ ഒരു അടിമ, ഗുലാമുൻ അസ്വദ്. അങ്ങനെയൊന്നും ഇന്റർനാഷണൽ സമൂഹത്തിനിടയിൽ പറയാൻ പാടില്ല എന്ന് കേസ് വരും, റേസിസ്റ്റായി എന്ന് പറഞ്ഞിട്ട്. ഒരു ബ്ലാക്ക് മാൻ, വൈറ്റ് മാൻ അങ്ങനെയൊന്നും പറഞ്ഞോളാം, കളർ പറയാൻ പറ്റൂല, അതൊക്കെ റേസിസ്റ്റ് ആണെന്ന് പറയും. പിന്നെ ഇപ്പം എന്താ നമ്മൾ പറയാം ഇവിടെ? ഗുലാമുൻ അസ്വദ്. അങ്ങനെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യരുത്? ഇഹാനത്ത് ചെയ്യരുത്. ആരെയും കളിയാക്കിക്കൊണ്ട് പറയരുത്. കറുത്ത ആള്, കറുപ്പും വെളുപ്പും ചെമപ്പൊക്കെ അള്ള കൊടുത്തതല്ലേ? ആരെങ്കിലും അപേക്ഷ കൊടുത്തിട്ട് അപേക്ഷ ഫോറം ഫില്ല് ചെയ്തിട്ടാണോ ഭൂമിയിലേക്ക് വന്നത്? അല്ല, അള്ള തന്നതല്ലേ. നമ്മുടെ ചേലും കോലവും നമ്മുടെ ഹൈറ്റും വെയിറ്റും ഇതൊക്കെ അള്ള തന്നതല്ലേ? അപ്പൊ നമ്മളൊരു മനുഷ്യനെ കളിയാക്കുന്നത് അള്ളാഹുവിനെ കളിയാക്കലാണ്. അള്ളാഹു അങ്ങനെ ഒരാളെ പടച്ചു, അത് വിചാരിച്ചിട്ട് നിന്നെ പടച്ചത് ഇങ്ങനെ ആയി കിട്ടാൻ നീ ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. അള്ളാഹു നിനക്കത് തന്നു, അവനത് കൊടുത്തു, അവൾക്കത് കൊടുത്തു, ഇവൾക്കത് കൊടുത്തു. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഖൽഖാൻ അങ്ങനെയാണ്. പക്ഷേ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വരുന്നത് ഗുലാമുൻ അസ്വദ് റാഅ, ആടുമാടുകളെ മേച്ചു നടന്നിരുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരനായ അടിമ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആടുമേക്കാണ്. ഖൈബറിൽ നബി തങ്ങൾ അവിടുത്തെ കോട്ടകൾ വളഞ്ഞു നിൽക്കുന്ന സമയം, ഖൈബർ യുദ്ധം നടക്കുന്ന സമയം, ഒരുപാട് ആട്ടിൻ പച്ചം കൂടുണ്ട്. മരുഭൂമിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടില്ല, ഒരുപാട് 100-500 ആടുകളൊക്കെ തെളിച്ച് നടക്കാൻ. ചിലപ്പോൾ ഒരു ബംഗാളിയായ ഒരു സുഹൃത്ത്, ഒരു പാകിസ്ഥാനിയായ, നമ്മൾ മലയാളികളോടൊന്ന് കൂടി കഴിച്ചിലാവും അല്ലേ? നമ്മളുണ്ടാവില്ല അധികവും. ഇനി പെട്ടവരുണ്ടോയെന്നറിയില്ല. അങ്ങനെ പെട്ടാൽ തന്നെ സർവ്വ ചാനലും വാർത്തയായിട്ട് വരും ചെയ്യും. നമ്മളൊക്കെ കിട്ടിയത് വലിയ ഭാഗ്യമല്ലേ, ഈ നാട്ടിൽ ജനിച്ചത്. ചില്ലറ ഭാഗ്യമാണ് അതൊക്കെ. കുറേ ഫിത്നയൊക്കെ ഉണ്ട്, കുറേയേറെ നന്മകളുണ്ടല്ലോ മാഷാ അല്ലാഹ് അല്ലേ? ഇസ്സത്തുള്ള ഒരു ജോലിയും
റാഹത്തായിട്ട് ജീവിക്കാനൊക്കെ നമ്മുടെ ഈ നാട്ടിലുള്ള ഈ സുഖമുണ്ടോ പൊന്നു മുഅ്മിനീങ്ങളെ? നമ്മൾ ഏതെങ്കിലും ഒരു ഞാനിപ്പോൾ ഇന്നിങ്ങനെ കൂടെ യാത്ര ചെയ്യുന്നവരോട് പറയാം, നമ്മളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലൂടെ ഒക്കെ യാത്ര പോയാൽ വല്ലാത്തൊരു പള്ളി കിട്ടാൻ എന്തൊരു പ്രയാസമായിരിക്കും. ഒരു പള്ളി കിട്ടാനേ, ഒരു നിസ്കരിക്കാൻ പള്ളി. പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് ഞങ്ങളൊരു യാത്ര, ദീർഘമായൊരു യാത്ര, കുറച്ചുകൂടെ അങ്ങ് ഉള്ളോട്ട് 700 കിലോമീറ്ററൊക്കെ ഉള്ളോട്ട് നമ്മുടെ ഹിമാചൽ പ്രദേശിലൂടെ ഒക്കെ കടന്നു. സുബ്ഹാനല്ലാഹ്, ഒരു പള്ളി കിട്ടണില്ല. നിസ്കരിക്കണം, ഞങ്ങൾ ജമ്മാക്കി നിൽക്കുകയാണ്, നിസ്കരിക്കണം. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഒരു ഹിന്ദു വിശ്വാസിയാണ്, അയാളിട്ട് നിർത്തൂല. ഒരു പള്ളി നമ്മൾ ചൂണ്ടിക്കാണിച്ചു വണ്ടി ചവിട്ടി നിർത്തണം. അങ്ങനെ മലമുകളിലൂടെ പോകുന്ന യാത്രയിൽ സുബ്ഹാനല്ലാഹ് അസ്ർ ഖളാവാൻ പോവാണ്. ചുരത്തിൽ വെച്ചിട്ട് ഇയാളുടെ ബ്രേക്ക് പോയി വണ്ടിൻ്റെ. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് വണ്ടി ഹാൻഡ് ബ്രേക്കൊക്കെ വെച്ച് നിർത്തി. ഒരു രക്ഷയില്ല, നമുക്ക് ഉടനെ അതിൻ്റെ ബ്രേക്ക് ഫിക്സ് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല, ഡേഞ്ചറാണ്. ആയിക്കോട്ടെ, മെല്ലെ 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 ചുരം ഇറങ്ങി വന്ന് വഴിയിൽ ഹിമാചൽ പ്രദേശിലായിരുന്നു ഒരു മുസ്ലിം പള്ളി, ഒന്നും കിട്ടൂല അവിടെ. അങ്ങനെ സൈഡിൽ നിർത്തി. അപ്പോൾ ഒരു ടയർ പഞ്ചറൊക്കെ അടക്കുന്ന ഒരു കട കിട്ടി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ഫിക്സ് ചെയ്ത്. ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, നമുക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം കിട്ടുന്ന ഒരു ടാപ്പ് വെള്ളം കിട്ടുന്ന സ്ഥലം, ഖിബ്ല നമുക്ക് കണ്ടുപിടിക്കാം, നിസ്കരിക്കാനുള്ള മുസല്ലയൊക്കെ എന്ത് ചെയ്യുക, പായ വിരിക്കാം. പക്ഷെ എന്ത് ചെയ്യണം, ഒരു പള്ളി കിട്ടണം. ഇല്ലല്ല, കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ ബ്രേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഒരു പൈപ്പ് കാണുന്നുണ്ട്, ഒരു കുഴൽ കിണറിൻ്റെ പൈപ്പ് ഉണ്ട് അവിടെ. നോക്കുമ്പോൾ തൊട്ട് താഴെ ഒരു ക്ഷേത്രമാണ്. ഇതാ ക്ഷേത്രത്തിൻ്റെ കുടിവെള്ളമാണ്, അവരുടെ കിണറാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ വണ്ടി ഫിക്സ് ചെയ്യും, ഞങ്ങളെല്ലാവരും നിസ്കരിച്ചിട്ട് വരാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറയാം, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയാണോ ഈ വണ്ടി കേടുന്നത് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഞങ്ങളൊരു 8-10 ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ അവിടെയുള്ള സർവ്വ ട്രക്ക് ഡ്രൈവർമാരും പാർക്ക് ചെയ്തവർ മുഴുവൻ ഒരു താഴേക്ക് ഇറങ്ങണം. റോഡ് മീതയാണ്, താഴെ ഒരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ കുളമുണ്ട്, ഇപ്പുറത്തൊരു കുഴൽക്കിണറിൻ്റെ ഒരു പൈപ്പുണ്ട്. അവിടെ നിന്ന് എല്ലാവരും ഒതുകൊടുത്തു. ഖിബല നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മുമ്പൊക്കെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അങ്ങോട്ട് എന്ത് ചെയ്തു, പുല്ലാണ് ഇതുപോലെ പായ വിരിച്ചങ്ങ് നിസ്കരിക്കും. സർവ്വ മനുഷ്യന്മാർ റോട്ടിൽ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കിക്കുകയാണ്. ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും എന്തോ ഒരു അത്ഭുതത്തോടു കൂടെ നോക്കുക. അപ്പോൾ ഈ ഖൗം ഇങ്ങനൊരു സംഭവം കണ്ടിട്ടേ ഇല്ല, ഇങ്ങനൊരു നിസ്കാരമുള്ളത് അറിഞ്ഞിട്ട് പോലുമില്ല. എല്ലാവരും അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അമ്പലത്തിൽ ആരുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു പൂജാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുബ്ഹാൻ. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഡ്രൈവർ ഇങ്ങനെ പറയാണ്, ഞാനിപ്പോൾ കണക്ക് കൂട്ടിയിട്ട് എൻ്റെ അനുഭവം വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി എൻ്റെ വണ്ടി കിടന്നു എന്ന് എനിക്ക് മനസ്സിലായി. പറ്റിയ സ്ഥലത്ത് നിർത്തുകയും ചെയ്തു, നിങ്ങൾക്കൊരു പൈപ്പും കിട്ടി, നിസ്കരിക്കാനും പറ്റി. റാഹത്തായില്ല ചോദിച്ചോ, റാഹത്തായി യാത്ര തുടർന്നു. സുബ്ഹാനല്ലാഹ്. ഒരു പള്ളി കിട്ടി. നമുക്കൊക്കെ എത്ര പള്ളിയാണ്, സുബ്ഹാനല്ലാഹ്, എത്ര പള്ളി. ചോയ്സാണ്, ഇവിടെ വേണോ അവിടെ വേണോ, ഇത് മറ്റേത്. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു കാലം. ഇഷ്ടം പോലെ തട്ടിക്കളിക്കണ പോലെയല്ലേ, എത്രയാ സൗകര്യം. മാഷാ അല്ലാഹ്. ഇതൊക്കെ അള്ളാഹു ഈ നാട്ടിൽ നമുക്ക് തന്ന വലിയ നിഅമത്തല്ലേ. ഈ നാടങ്ങ് വിട്ടുപോയാൽ മനസ്സിലാവും ഈ നാടിൻ്റെ നിഅമത്ത് എത്ര. നമ്മുടെ കേരളീയ മണ്ണിൻ്റെ മഹത്വം. നമ്മളിവിടെ കുറച്ച് ചിന്താബാധമൊക്കെ ഉണ്ടാവും, ഉറപ്പ് തന്നെയാണ്. എന്ത് ചെയ്യുക, കുറച്ച് കയറും പൊളിയിലൊക്കെ ഉണ്ടാവും. പക്ഷെ പുറത്തു പോയി വന്നു നോക്കുമ്പോൾ റബ്ബേ, ഇത്ര നല്ല നാടുണ്ടോ, അൽഹംദുലില്ലാഹ്, വലിയ ഭാഗ്യമല്ലേ. ഇങ്ങനെ ഒരു സൗകര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നതാ വിഷയം. ഇതൊക്കെ ഉണ്ട്. റമദാൻ കഴിഞ്ഞിട്ട് ഒരു പെരുന്നാൾ, ഹജ്ജ് പെരുന്നാളിൻ്റെ ഒരു സമയത്തല്ലാതെ പള്ളി നിറയാത്ത എത്ര പള്ളികളുണ്ട് നാടുകളിൽ. പെരുന്നാൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലല്ലോ, അതുകൊണ്ട് 2 തട്ടും കൂടെ വേണമെന്ന്. എന്നാൽ ജുമുഅക്ക് 2 തട്ടിന് ആളുണ്ടോ? ഇല്ല. പക്ഷെ പെരുന്നാൾക്ക് ആളുണ്ടാവും, അതുകൊണ്ട് കിടക്കട്ടെ. അപ്പോൾ ഈ മനുഷ്യന്മാരൊക്കെ പെരുന്നാളല്ലാത്ത നേരത്തെ ഇപ്പോൾ എവിടെ പോയി കിടക്കുന്നത്? സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കൂല എന്നല്ല, പലയിടത്തും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും. പക്ഷെ ഈ സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഇത്രയും നല്ലൊരു റാഹത്ത് ഇപ്പം അല്ലാഹു നമുക്ക് തന്നു. നാളെ ഇത് എന്താവും എന്നറിയില്ല. അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും ചിത്രം എന്നറിയില്ല, നമുക്കറിയില്ല. പക്ഷെ ഈ ലഭിച്ച നിഅമത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഗുലാമുൻ അസ്വദ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വരാൻ, കുറെ ആട്ടിൻപറ്റങ്ങളുമായി വരാൻ. മരുഭൂമിയിലെ ആട്ടിടയനാണ്. 500ഓളം ആടുകൾ കാണും, അതിലപ്പുറം കാണും. ഒരു ജൂതന്റെ അടിമയാണ്, ആടുകളെയും തെളിച്ചു വരികയാണ്. അല്ലാഹ്, നമ്മൾ അവിടെ നിന്നാ പോയതല്ലേ. ആട് ജോലി നമ്മൾ മലയാളികൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അല്ലാഹുവേ, ഗൾഫുകാരായ ഒരുപാട് പ്രവാസികളായ ആളുകൾ വളരെ വിഷമത്തിലാണ്. കച്ചവടമല്ല, ജോലിയില്ല, ജോലി നഷ്ടപ്പെട്ടു, വലിയ വിഷമത്തിലാണ്. ഒന്ന് ആമീൻ പറഞ്ഞ് ദ്വാരക്കിൻ. അവിടെ നിന്നാൽ നമ്മൾ ഇവിടുത്തെ സർവ്വ അടിച്ചുപൊളി നിൽക്കും. ചിലപ്പോൾ നിങ്ങൾ പറയും നമ്മൾ ഓങ്ങല്ലൂർ ബിസിനസ്സുള്ള കാലത്തോളം നിൽക്കൂല എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കും. അടുത്തല്ലേ, ഒരല്പം വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. നമ്മൾ ആക്രി കച്ചവടം ചെയ്യണേ. കാരക്കാട് നമ്മൾ പറയാം നമുക്ക് ബാധിക്കൂല, നിങ്ങൾ വേണേത് വരുന്നോളി, നമ്മളാമ്യം വരില്ല, നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ കച്ചവടം ഉണ്ട്. എന്നാലും
ഇതൊക്കെ ഗൾഫുകാർ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചെലവുകളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊക്കെ കിടക്കുന്നത്. ഗൾഫ് രാജ്യത്തെ നിഅമത്ത് അല്ലാഹു കൂട്ടിവെച്ചാൽ കഴിയും, നമ്മുടെ എല്ലാ ചിരിയും കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല റബ്ബ് തആല അല്ലാഹുവേ, നിന്റെ നിഅമത്തിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ ഇവിടെയും വിദേശത്തും ഗൾഫ് രാജ്യങ്ങളിലും നമ്മുടെ നാട്ടുകാരൊക്കെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും അല്ലാഹു നീ തുറന്നു വെച്ച് തരണം റഹ്മാനെ. നിന്റെ ഭൂമിയുടെയും ആകാശത്തിന്റെയും കാരുണ്യത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണേ തമ്പുരാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന, വിസിറ്റ് പോയിട്ട് നിൽക്കുന്നവർ, തിരിച്ചു വന്നവർ, പല വിഷയങ്ങളിലായി വിഷമിച്ചു കിടക്കുന്ന അവിടുത്തെ പ്രവാസികളായ ആളുകൾ അല്ലാഹുവേ, എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചനം കൊടുക്കണേ തമ്പുരാനെ. കരുണയുള്ള ഒരു ഹൃദയത്തിന്റെ കീഴിൽ, കാഠിന്യമില്ലാത്ത ഒരു ഹൃദയത്തിന്റെ കീഴിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങളുടെ പ്രവാസികളായ സുഹൃത്തുക്കൾക്കൊക്കെ നൽകണേ തമ്പുരാനെ. അല്ലാഹു, നഷ്ടം വന്നവർക്ക് നീ പകരം കൊടുക്കണേ റബ്ബേ. ജോലി നഷ്ടപ്പെട്ടവർക്ക് പകരം ഖൈറായത് നീ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നാടുകളിൽ അതിന് ശുക്ർ ചെയ്ത് ജീവിക്കാനും അവർക്ക് വേണ്ടി അവർ ചെയ്യുന്ന ആ നന്മയിൽ അവരോട് കൂറുണ്ടായി നിനക്ക് ശുക്ർ ചെയ്യുന്നവരായി, നിന്നനുസരിക്കുന്നവരായി ജീവിക്കാനും അല്ലാഹു നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന കച്ചവടക്കാര്, നാട്ടിലെ ഏർപ്പാടുകളും ജോലിയും കച്ചവടമൊക്കെ ഉള്ള ആളുകൾ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്ന ഗുലാമുൻ അസ്വദ്, യാ റസൂലല്ലാഹ്, നബിയേ യഅരിദ് അലയ്യൽ ഇസ്ലാം, ഇസ്ലാം എനിക്കൊന്ന് പറഞ്ഞു തരൂ നബിയേ. ആട്ടിൻപറ്റങ്ങളുമായി വന്നതാണ്. ഇസ്ലാം പറഞ്ഞു തരൂ നബിയേ, എനിക്ക് ഇസ്ലാം പഠിക്കണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെയും നിസ്സാരമായി കാണില്ല. ഇതൊരു അടിമ അങ്ങനെ നബി തങ്ങൾ ചിന്തിക്കൂല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു പറഞ്ഞു തങ്ങൾ പറഞ്ഞു കൊടുത്തു ഇസ്ലാം കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്ക് മുസ്ലിം ആവണം. ഇത്ര മനോഹരമാണോ ഇസ്ലാം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുസ്ലിമായി. നബിയെ ആടുകളോ നബി, ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ ആടുകളെ? ഇതിന്റെ ഉടമസ്ഥന്റെ ഒരു ജൂതനാണ്, എനിക്കിനി ഇസ്ലാം മതി നബിയെ, ഞാൻ എന്റെ ജൂതന്റെ അടുത്തേക്ക് പോകണില്ല. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അമാനത്തുണ്ടല്ലോ, അതുകൊണ്ട് ഈ ആട്ടിൻ പച്ചത്തിന്റെ മുമ്പിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എറിഞ്ഞൊടുക്കിൻ, അവയുടെ ഉടമസ്ഥന്റെ അടുത്തേക്ക് താനേ നടന്നു പോകും എന്ന് പറഞ്ഞു. ചില ചരൽക്കല്ലുകൾ വാരിയെടുത്തു, ആ ആടുകളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു, ഇതിലെ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ ആ ആട്ടിൻപറ്റങ്ങളുടെ മുമ്പിലേക്ക് കൈകിലെ ഒരു പിടി കൈച്ചരലുമായി ചരൽക്കല്ലുകളുമായി എറിഞ്ഞു കൊടുത്തപ്പോ, ആടുകളെ പൊയ്ക്കോളൂ, ആടുകളെ ലാ അസ്ഹബുകി വല്ലാഹി അബദാ, ആടുകളെ ഇനി നിങ്ങളുടെ കൂടെ ഞാനില്ല, അല്ലാഹനെ തന്നെയാണ് സത്യം. ഇതാ പറഞ്ഞത്, പൊയ്ക്കോളെ ആടുകളെ, ഇനി ഞങ്ങളൊപ്പല്ല, ഈ പണി ഞാൻ നിർത്തി, നിങ്ങൾ പൊയ്ക്കോളൂ. എന്ത് സംഭവിച്ചു എന്നറിയോ? വലിയൊരു മുഅ്ജിസത്ത് സംഭവിച്ചു. ഹബീബിന്റെ മുഅ്ജിസത്താണത്. ഈ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം അത് കറാമത്തായിരിക്കും സംഭവിച്ചത്. ഫഖറജത് കഅന്ന സായിഖൻ യസൂഖുഹാ ഹത്താ ദഖലത് ഹിസ്നുൽ യഹൂദി. ഒരു ഡ്രൈവർ തെളിച്ചു കൊണ്ടുപോകുന്ന പോലെ ഈ ആടുകൾ കിലോമീറ്ററുകളോളം മരുഭൂമിയിൽ ഒറ്റക്ക് ഇതിന്റെ മുതലാളിയുടെ വീട് വരെ നടന്നുപോയി. ആരും തെളിക്കേണ്ടി വന്നില്ല. അങ്ങനെ അവിടെ ചെന്ന് കയറി ആടുകൾ. ഓടി വന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഹബീബേ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇസ്ലാം ഈസ് അറ്റ് സ്റ്റേക്ക്. ഇവിടെ നമുക്ക് പ്രയാസമുണ്ട്, ഇവരെ നമ്മെ പ്രതിരോധിക്കാൻ വന്നിരിക്കുന്നു, നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. നബിയേ ഞാനും വരാം. എന്ത് കിട്ടും? അൽ ജന്ന. അല്ലാഹുവിന് വേണ്ടിയാണോ ഈ സമർപ്പണം? നിങ്ങൾക്ക് സ്വർഗമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു. ഒരു നിസ്കാരം, ഒരു നിസ്കാരം നിർവഹിക്കാൻ നേരം കിട്ടിയിട്ടില്ല, ഇടക്കൊരു വാങ്ങ് കൊടുക്കാൻ നേരം ഉണ്ടായിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല ഈ സ്വഹാബി. മുസ്ലിമായി ഒരൊറ്റ നിസ്കാരത്തിനും നേരം കിട്ടിയില്ല അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ. തലയിൽ ഒരു കല്ല് വന്ന് തറക്കുന്നു ശത്രുപക്ഷത്ത് നിന്ന്. ആ കല്ല് തട്ടിയിട്ടാണ് ആ സ്വഹാബി ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഷഹീദായി കിടക്കുന്ന ഈ മനുഷ്യനെ കൊണ്ടുവന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജ്ജിയ ബിശംലത്തിൻ കാനത അലൈഹി, ഹബീബായ നബി തങ്ങളുടെ ആ ഒരു ഷാൾ കൊണ്ട് ഈ മനുഷ്യനെ, സ്വഹാബിയെ പുതപ്പിക്കപ്പെട്ടു. ഈ ഷഹീദിനെ പുതപ്പിച്ചു അവിടെ നബി തങ്ങൾ. ഹബീബിന്റെ വസ്ത്രം, ഇനി എന്താ വേണ്ടത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ചേർന്ന് കിടക്കുന്ന ഒരു വസ്ത്രം കിട്ടിയാൽ അതിന്റെ പുണ്യം എത്രയാണ്. അതുകൊണ്ടല്ലേ
ബദർ യുദ്ധം നടക്കുന്ന ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ ബദർ യുദ്ധം നടക്കുമ്പോൾ പ്രത്യേകിച്ചും സുഹാബി ഹബീബായ നബി തങ്ങളുടെ ദേഹത്ത് വന്ന് ചുംബിച്ചു പോയത്. നബി തങ്ങൾ ആർക്കെങ്കിലും എന്നോട് പ്രതികാരമെടുക്കാനുണ്ടോ? ഉണ്ട് നബി, ഞാൻ എന്തു പറ്റി? നിങ്ങൾ അവിടുത്തെ ആ ഒരു മിസ്വാക്ക് കൊണ്ട് എൻ്റെ വയറിന് കുത്തിയില്ലേ? ഇങ്ങനെ ലൈന് നിൽക്കുമ്പോൾ എനിക്ക് വേദനിച്ചിട്ടുണ്ട്, ഞാൻ തിരിച്ച് പ്രതികാരം ചെയ്യും. എന്നാ കുത്തിക്കോ. പക്ഷേ എൻ്റെ വയറ്റിൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല, തങ്ങളും വസ്ത്രം പൊക്കിത്തരണം. ആയിക്കോട്ടെ. ഇതാ അവിടേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയോട് പ്രതികാരം ചോദിക്കേ. എനിക്ക് തോന്നി ഞാൻ ഇവിടെ മരിക്കാൻ പോവാണ്, ഇതെന്റെ അവസാനത്തെ യാമമാണ്. അതുകൊണ്ട് എൻ്റെ ശരീരം അവസാനം ചേർന്ന് നിൽക്കുന്നത് നിങ്ങളുടെ ശരീരവുമായിരിക്കണം. അതുകൊണ്ടാണ് നബിയെ, അള്ളാഹു അത് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അങ്ങയുടെ ശരീരം ഒന്ന് തൊടാനുള്ള ആഗ്രഹം കൊണ്ടാണ് നബിയെ, മറ്റൊന്നുമല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുജ്ജിയ ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിലെ വസ്ത്രം കൊണ്ടാണ് ഇവരെ പുതപ്പിക്കുന്നത്. ഹബീബായ തങ്ങളാണ് കഫൻ ചെയ്യുന്നത്. ആ സുഹാബിയെ പുതപ്പിച്ചു കിടത്തിയിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആ സുഹാബിയുടെ മുഖത്തേക്ക് നോക്കുന്നു. സുഹാബിമാരൊക്കെ ചുറ്റുണ്ട്, മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. പിന്നെ നബി തങ്ങൾ മുഖം തിരിക്കുന്നു. മയ്യത്ത് വെച്ചിരിക്കാൻ തങ്ങൾ ആ മയ്യത്തിലേക്ക് നോക്കി നിൽക്കുന്നു. യാ അല്ലാഹ്, നിമിഷങ്ങൾക്ക് മിനിറ്റുകൾക്ക് മുമ്പാണ് മുസ്ലിമായത്, ഷഹീദായി കിടക്കാൻ. പിന്നെ നബി തങ്ങൾ മുഖം തിരിക്കുന്നു. സ്വഹാബിമാരൊക്കെ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ലിമാ അറൗത അൻ, എന്തു പറ്റി നബിയെ, എന്തുകൊണ്ടാണ് അങ്ങ് മുഖം തിരിക്കുന്നത്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മഅഹുല്ലാൻ സൗജതൈഹി മിൻ ഹൂറിൽ ഐൻ. ഈ മനുഷ്യനെ സ്വീകരിക്കാൻ, ഈ ഷഹീദിനെ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ ഹൂറുൽ ഐനുകളിൽപ്പെട്ട 2 ഭാര്യമാർ അവരുടെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ മുഖം തിരിച്ചതെന്ന് മഹാനായ റസൂലുള്ളാഹി. ഗൈബ് കാണാൻ കഴിയുന്ന ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിത്റുകൾക്കപ്പുറത്തേക്ക് കാണാൻ കഴിയുന്ന നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഗൈബായ ലോകത്തേക്ക് കണ്ണെത്താൻ കഴിയുന്ന റസൂലുള്ളാഹ്, അല്ലാഹു നൽകിയ കഴിവ് കൊണ്ട്, അല്ലാഹു നൽകുന്ന ഹബീബിന് കൊടുത്ത അല്ലാഹു നൽകുന്ന ഇജാസത്ത് കൊണ്ട് തന്നെ ഹബീബായ നബി തങ്ങൾക്ക് അത് കാണാൻ കഴിഞ്ഞു. സ്വഹാബത്ത് അത് കണ്ടിട്ടില്ല. 2 ഹൂറുല്ലീനികളായ അപ്സരസ്സുകളായ സുന്ദരിമാർ അവരുടെ ശരീരത്തിന്റെ അരികത്ത് നിൽക്കുമ്പോൾ എനിക്കത് നോക്കി നിൽക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഞാൻ മുഖം തിരിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി രക്തസാക്ഷിത്വം വഹിച്ചു. നബി തങ്ങൾ മറവ് ചെയ്യുന്നു, ഹബീബായ തങ്ങൾ കഫൻ ചെയ്യുന്നു, അപ്സരസ്സുകൾ കൊണ്ടുപോകുന്നു. എന്തൊരു ഭാഗ്യം! ഇതിന്റെ ഇടയിൽ ഒരു നിസ്കാരത്തിന് പോലുമുള്ള സമയം അതിനിടയിൽ ഉണ്ടായില്ല. ഒരു നിസ്കാരത്തിന്റെ സമയമുണ്ടായില്ല. ഇങ്ങനെ ഒരു അടിമയായ സാധുവിന് കിട്ടിയ ഹിദായത്താണ് ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ പണ്ഡിതന്മാർക്ക്. സ്വന്തം മക്കളവർക്ക് ബോധ്യമാകുന്ന പോലെ എന്റെ റസൂൽ എന്റെ നബിയാണെന്ന് ജൂത പണ്ഡിതന്മാർക്ക്, അഹ്ബാറുകൾക്ക് അറിയാമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുകൂടെ ഞങ്ങൾക്കത് വേണ്ട എന്ന് വെച്ച പണ്ഡിതന്മാർ, ക്രിസ്തീയ ജൂത പണ്ഡിതന്മാർ, അവർക്ക് ലഭിക്കാതെ പോയ നിധിയാണ് ഒരാട്ടിടയൻ കൊണ്ടുപോയത്. റളിയല്ലാഹു അൻഹു ഗുലാമുൻ അസ്വദു റാഇൻ, ആടുകളെ മേച്ചിരുന്ന കറുത്ത വർഗക്കാരനായ ഒരു അടിമ. പേര് വ്യക്തമല്ല ഹദീസുകളിൽ. യാ അല്ലാഹ്, ഉലമാഇന് കിട്ടിയില്ല, ഉലമാഉൽ യഹൂദി വൻ നസ്വാറ. പക്ഷേ സാധുവായ ഒരു അടിമക്ക് അത് ലഭിച്ചു. അല്ലാഹു നൽകുന്ന വെളിച്ചം വേണമെന്ന് ചോദിച്ചു വന്നു, അല്ലാഹു കൊടുത്തു. മനസ്സിലൊരാഗ്രഹം ഉണ്ടാകട്ടെ, അല്ലാഹു നമുക്കത് നൽകട്ടെ, അല്ലാഹു നമുക്കത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.